നമസ്കാരം. എല്ലാവർക്കും ഫിലിം സോങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് അനുരാഗ ഗാനം പോലെ ശ്യാം കല്യാൺ രാഗത്തിലുള്ള ഒരു പാട്ട്, പഴയ പാട്ടാണ്. അത് ബാബുരാജ് ആണ് മ്യൂസിക് ചെയ്തത്, സംഗീതം ചെയ്തത്. നോക്കാം നമ്മൾ ശ്യാം കല്യാണിൻ്റെ ആരോഹണം അവരോഹണം. പാനി സാ സാനി ദ പ മ പ ദ പ ഗ മ പ ഗ മ രി സ ni sa സാനി ദ പ മ പ ദ പ ഗ മ പ ഗ മ രി സ ni sa. ഇതാണ് ആരോഹണം. ഇതിൽ തന്നെ വേറെ ഉണ്ട്. സാനിദ പ മ പ ദ പ ഗ മ പ രി ഗ മ രി സ. ഇതും ഗ മ പ രി ഗ മ രി സ നി രി സ ഇങ്ങനെയൊക്കെ പറയും, ഉപയോഗിക്കും. എന്നാല് യമൻ കല്യാൺ ഇതിന്റെ ഒരു തൊട്ട രാഗമാണ്. അതായത് ഇതിൻ്റെയൊക്കെ അവരൊക്കെ ജ്യേഷ്ഠ അനുജന്മാരെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ യമൻ കല്യാണം പറയും. അപ്പൊ ശ്യാം കല്യാൺ നമ്മൾക്ക് അനുരാഗ ഗാനം പോലെ സ്റ്റാർട്ട് ചെയ്യാം. Ni sa re ma pa da ma ga ga ma ga 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 ma ga re re ga re re ni re pa ga re ni sa da pa pa ni re ga ma pa re ga re sa sa re ma pa da ma ga ga ma ga 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 ma ga re re ga re re ni re pa ga re ni sa da pa pa ni re ga ma pa re ga re sa sa. ഇനി നമുക്ക് പാട്ട് കുറേശ്ശെ ഇങ്ങനെ പാടി ശരിയാക്കി തരാം. നല്ല പതുക്കെ അങ്ങനെ പഠിക്കാം. ഓക്കെ. അനുരാഗ അനുരാഗ എന്നുള്ളതിന് പാപ്പ നീസ പപ്പ നീസ എന്നൈ നീസ പാപ്പ നീസ അനുരാഗ പാപ്പ നീസ അനുരാഗ ഗാനം രേ മാ പദ പദ ഗാനം. മനസ്സിലായോ? രേ മാ പദ പദ ഗാനം പോലെ മഗ ഗ മഗ. മനസ്സിലായോ? മഗ ഗ മഗ പോലെ ഗാനം രേ മാ പദ പദ മഗ ഗ മഗ. അത് ഒന്നുകൂടി പാടിത്തരാം. പാപ്പ നീസ അനുരാഗ രേ മാ പദ പദ ഗാനം രേ മാ പദ പദ ഗാനം പോലെ മഗ ഗ മഗ. ഓക്കെ. അഴകിൻ്റെ അപ്പം ഗ ഗ മ ഗ രേ രേ ഗ ഗ രേ നീ രി പ ഗ രി നീ. ഇടയ്ക്ക് എനിക്ക് മറന്നു പോകും, പക്ഷെ കറക്റ്റ് ചെയ്ത് തരും. ഗ ഗ മ ഗ അഴകിൻ്റെ ഇതൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരും. ഗ ഗ മ ഗ അഴകിൻ്റെ അതിന് ഗ ഗ മ ഗ അഴ
ആലപ്പോ രീ രീ ഗരി ആലപ്പോ രീ രീ ഗരി ആലപ്പോ ലേ രീ നിരി പകരി നീ അവിടെയാണ് രീ നിരി പകരി നീ ലേ ഒന്നുകൂടി അഴകിൻ്റെ പോലെ ഗഗമഗ രീ രീ ഗരി രേ നിരി പകരി നീ. അപ്പം അഴകിൻ്റെ പോലെ അവിടെയാണ് രേ നിരി പകരി നീ ലേ. ഓക്കെ, ശ്രുതി രണ്ടാണിത്. കുറച്ചിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരണ്ടേ, അപ്പൊ അതുകൊണ്ട് രണ്ടാക്കിയതാ. മൂന്നിലാണ് പാട്ട്. നിസധപ ആരു നിസധപ ആരു നിസധപ. മനസ്സിലായോ? ആരു പനിരി ആരു പനിരി. മനസ്സിലായോ? പനിരി ആരു നീ നീ ഗമപാരി ഗമപാരി പനിരി ഗമപാരി ആരു. അവിടെ നീ ഇത്രേ ഉള്ളൂ. ഗമപാരി നീ ഗമപാരി നീ ആരു നീ ദേവദേ ഗരി ഗരി സസ ദേവദേ. അതായത് ആരു നീ ദേവദേ പനിരി ഗമപാരി ഗരി ഗരി സസ ആരു നീ ദേവദേ. ഇത്രയും നന്നായിട്ട് പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഈ രാഗം ശ്യാം കല്യാണിൻ്റെ ആരോഹണം അവരോഹണം പാടുക. അതിൻ്റെ ചെറിയ മായും വലിയ മായും ഒക്കെ ഉണ്ട് ഇതിൽ. സാനിത വലുത് അപ്പൊ സാനിത പമ്മ ഗമ ചെറുത് ഗമ അങ്ങനെ വരും. അപ്പൊ ഇതിന് ഓരോ ഭാഗത്തും ചെറുതും വലുതും മധ്യമം വരുന്നുണ്ട്. രണ്ടു മായ ഉണ്ട് ഇതില്. അതുകൊണ്ടാണ്. അപ്പൊ യമൻ കല്യാണിലും ഉണ്ട് അങ്ങനെ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് പാടുക. അപ്പൊ പക്ഷെ നമുക്ക് ഇതിലും നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ഏതൊരു സബ്ജക്റ്റിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ. നമ്മൾ ആഗ്രഹം, അതാണ് ആഗ്രഹം. എത്രത്തോളം ഉണ്ട് എപ്പോഴും അറിയാൻ ശ്രമിക്കുക, അറിഞ്ഞത് അംഗീകരിക്കാൻ ശ്രമിക്കുക. ഈ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പരാജയം വരും, വീണ് പോകും. നമ്മൾ വീണെടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ പോയി എല്ലാ കാര്യം തട്ടിക്കൊടഞ്ഞ് എഴുന്നേറ്റിട്ട് വീണ്ടും നമ്മൾ പരിശ്രമിക്കുക. നമ്മളെ പരിശ്രമം കാണുന്ന ഒരു ശക്തി ദൈവമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ 100% വിജയിക്കും. ഇപ്പൊ പാട്ടില് മറ്റേ ഏത് സബ്ജക്റ്റിലാണെങ്കിലും നിങ്ങൾ വളരെ അധ്വാനിക്കണം. നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കരുത്. ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. പല്ലവി കഴിഞ്ഞാൽ അനുപല്ലവി കഴിഞ്ഞാൽ ഞാൻ പാടലില്ല. ഈ അനുപല്ലവിന്റെ അതേ ട്യൂണേക്കും ചരണം. അപ്പൊ അത് നമ്മൾ കഷ്ടപ്പെട്ടാൽ പോരെ. ഇതിൽ പാടിയ സ്വരങ്ങൾ നിങ്ങൾ അതേ സ്വരങ്ങൾ തന്നെ ചെറിയ വേരിയേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരെ നല്ലട്ടോ, ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ തയ്യാറാണ്. പക്ഷെ ഞാനും നിങ്ങളും എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അത് ഉണ്ടാക്കിയെടുക്കണം. എല്ലാം ഞാനും നിങ്ങളൊക്കെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു യാന്ത്രികമായി പോയും ജീവിതം. അത് പറ്റൂല. നമ്മളുള്ളിലുള്ള കഴിവിനെ
എടുത്ത് പുറത്തിടണമെങ്കിൽ നമ്മളും കുറച്ച് നല്ലോണം മെനക്കിടണം. അപ്പോൾ എന്ത് ചെയ്യണം? നന്നായി പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം ദൈവത്തിൽ വിശ്വസിച്ച് മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് പിന്നെ ഇതൊക്കെ പറഞ്ഞിരുന്നുണ്ട്, എന്ത് ഈ ശബ്ദം നേരാവാനുള്ള യോഗേൻ്റെ കുറേ എക്സസൈസ് ഉണ്ട്. യോഗേൻ്റെ മാഷാണ് ഞാൻ, യോഗ ക്ലാസ് എടുക്കും ഞാൻ. അപ്പോൾ ശബ്ദം നേരാവാനുള്ള അതൊന്നും സമയമില്ലായിട്ടാണ്. കർണാടക സംഗീതം ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഹിന്ദുസ്ഥാനി ഒക്കെ എടുക്കുന്ന ആളാണ്, ഹാർമോണിയം. പക്ഷെ ഇതൊന്നും ഇപ്പം എനിക്ക് ഇങ്ങൾക്ക് ചെയ്തു തരാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതും കൂടി ജീവിക്കുകയാണല്ലോ. നമ്മൾ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ക്ലാസ് എടുക്കുകയാണല്ലോ. പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മളെ ഇവിടെ ഒരു ബാബുരാജ് മെമ്മോറിയൽ ഉണ്ട്, നടക്കാവ് മ്യൂസിക് അക്കാദമി, ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി എന്ന് പറഞ്ഞിട്ട് 10-24 വർഷമായി തുടങ്ങിയിട്ട്. അവിടെ ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോഴും. 24 വർഷം ഞാൻ ഉണ്ട് അവിടെ. അപ്പോൾ 23 വർഷമായിട്ടുള്ളൂ, 2002 അപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു തിരക്കും കാരണമൊക്കെ ആയതുകൊണ്ടാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി ഹാർമോണിയവും യോഗേൻ്റെ ക്ലാസ്സും ഒക്കെ ഞാൻ ഇതിൽ മാക്സിമം എടുത്തു തരാൻ ശ്രമിക്കും ഞാൻ. അപ്പം ഓർക്കുക, നമ്പർ മറക്കണ്ട, 94 96 52 14 46. അടുത്തത് 9567811446. ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ.